ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. അരുവിപ്പുറം ക്ഷേത്രത്തിലും മഠത്തിലും നമ്മൾ ഒരു വർഷം മുൻപ് ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ഹോമമന്ത്രം ഉപയോഗിച്ച് ഒരു വലിയ യജ്ഞം നടത്തുകയുണ്ടായി. അതിന് ധാരാളം ഭക്തജനങ്ങൾ വരികയും ഗുരുവിൻ്റെ ഈ അപൂർവമായിട്ടുള്ള മന്ത്രത്തെ മനനം ചെയ്യുകയും ഇന്നും അത് ഓരോരുത്തരും ജപിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ധർമ്മ പ്രചരണാർത്ഥവും കൂടിയാണ് നമ്മളത് ചെയ്തത്. ഇനി നമ്മൾ വരാൻ പോകുന്ന ശിവരാത്രിക്ക്, അതായത് 2025 ശിവരാത്രി, അത് ഫെബ്രുവരി 26 തീയതിയാണ്. ഈ ശിവരാത്രിക്ക് നമ്മൾ വേറൊരു യജ്ഞം കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാ ഗുരുഭക്തന്മാരും നേരത്തെ അറിയുവാനും സജ്ജരാകുവാനും കൂടിയാണ് ഈ ഒരു മുൻകൂട്ടി അറിയിപ്പ് എന്ന പോലെ നമ്മൾ പറയുന്നത്. അതായത് ശ്രീനാരായണ ഗുരുദേവൻ്റെ മന്ത്രം ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ എന്ന മന്ത്രം 1 കോടി നമ്മൾ ജപിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതുവരെയും ആരും അങ്ങനെ ഗുരുവിൻ്റെ മന്ത്രം 1 കോടി ജപിച്ചതായി അറിയില്ല. ശിവരാത്രിയോടനുബന്ധിച്ച് 10 ദിവസത്തെ ഉത്സവമാണ് അരുവിപ്പുറത്തുള്ളത്. കൊടി കയറുന്ന അന്ന് മുതൽ ഓരോ ദിവസവും 10 ലക്ഷം മന്ത്രം വെച്ച് ജപിക്കുമ്പോൾ 10 ദിവസം കൊണ്ട് 1 കോടി മന്ത്രമാവും. അതിൽ താല്പര്യമുള്ള ഭക്തജനങ്ങൾക്ക് അരുവിപ്പുറത്ത് വന്ന് താമസിക്കുവാനോ അല്ലെങ്കിൽ ഓരോ ദിവസവും വന്ന് പോകുന്നതിനോ സൗകര്യമുണ്ടായിരിക്കും. പരമാവധി ഈ മന്ത്രജപത്തിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം മന്ത്രജപം കൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണമെന്താണ്? മഹർഷിമാർ പറയുന്നത് മനനാത് ത്രായതേ ഇതി മന്ത്രഃ. മനനം ചെയ്യുമ്പോൾ എന്താണോ ത്രാണനം ചെയ്യുന്നത്, നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മുടെ വാസനകളെ ഒക്കെ നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ പറ്റും. അത് നിരന്തരമായിട്ടുള്ള മനനത്തിലൂടെ. അപ്പം മന്ത്രം യാന്ത്രികമായിട്ടല്ല ജപിക്കേണ്ടത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാകുകയാണ്. പലരും ഓരോ മന്ത്രങ്ങൾ അവരവർക്ക് ഇഷ്ടപ്പെട്ട മന്ത്രങ്ങളൊക്കെ ജപിക്കാറുണ്ട്. പക്ഷേ അതിനെ മനന സ്വഭാവത്തോടു കൂടിയല്ല അവരത് ജപിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രയോജനം വളരെ കുറവുമാണ് താൻ. തീർച്ചയായിട്ടും ഈ ഒരു ഭാവത്തോടു കൂടി ഓരോ മന്ത്രം ജപിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് വാസനകൾ, കാമക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങൾ, അതെല്ലാം നമ്മളിൽ കുമിഞ്ഞുകൂടുന്നതിൻ്റെ കാരണം അതിശക്തമായിട്ടുള്ള വാസനകളുടെ ബലമാണ്. അത് ഓരോ ജന്മങ്ങളിലൂടെ നമ്മൾക്ക് വന്ന് ഭവിക്കുന്നതാണ്, നമ്മളറിയാതെ. ഇതിനെയെല്ലാം നമുക്ക് ഇല്ലായ്മ ചെയ്യണം. തീർച്ചയായിട്ടും കാണപ്പെട്ട ദൈവമായ പരബ്രഹ്മസ്വരൂപമായ ഗുരുവിൻ്റെ മന്ത്രം, അത് ഗുരുവിൻ്റെ തന്നെ ശിഷ്യനായ ചൈതന്യസ്വാമികളാണ് എഴുതിയത്. 108 മന്ത്രങ്ങൾ ഗുരുവിനെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ മന്ത്രമാണ് ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. അപ്പോൾ പരമഗുരുവാണ്. ആ മന്ത്രത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് ഗുരുവെന്നുള്ള ശബ്ദവും കൂടി അതിനകത്ത് വരണം. അപ്പോൾ ശ്രീനാരായണ പരമഗുരവേ, അതിൻ്റെ അപ്പുറത്തൊരു ഗുരു ഇല്ല. അപ്പോൾ അങ്ങനെ ഉള്ള ആ മന്ത്രത്തെ, അതിൻ്റെ അർത്ഥത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് ആ പരബ്രഹ്മ സ്വരൂപൻ നമ്മളെ അനുഗ്രഹിക്കും. നമ്മളിൽ ഉള്ള അജ്ഞാനത്തെ ഇല്ലായ്മ ചെയ്യും. ഗു എന്നുള്ള പദത്തിനർത്ഥം തന്നെ അന്ധകാരമെന്നാണ്. രു എന്നാൽ പ്രകാശം. അപ്പോൾ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്നത് ആരോ, അതാണ് ഗുരു. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ ശ്രീനാരായണ ഗുരുദേവനെ പോലെ പരിപൂർണനായ ഒരു ഗുരുവിനെ നമുക്ക് കണ്ടെത്താൻ സാധ്യമല്ല. ജ്ഞാനമാർഗത്തിലും യോഗമാർഗത്തിലും
കർമ്മയോഗത്തിലും അതേപോലെ തന്നെ രാജയോഗത്തിലുമൊക്കെ അദ്വിതീയനായിരുന്നു ഗുരു. അതേപോലെ ഗുരു മന്ത്രദൃഷ്ടാവായിരുന്നു. അതേപോലെ ഗുരു ഉപനിഷത്തുക്കൾക്ക് വ്യാഖ്യാനം ചമച്ചിട്ടുണ്ട്. സ്വന്തമായിട്ട് തന്നെ കൃതികൾ രചിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇത്രമാത്രം ശാസ്ത്രീയമായി, ആധുനിക സയൻസിനെ അല്ല ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ശാസ്ത്രം, മറിച്ച് ആയിരത്താണ്ടുകളായി മഹർഷിമാർ മാനവരാശിക്ക് നൽകിയിട്ടുള്ള മാറാത്ത മൂല്യങ്ങൾ, അവനവൻ്റെ ഉള്ളിലുള്ള ആ തെളിച്ചത്തെ, ചൈതന്യത്തെ കാട്ടിത്തരുന്ന ഗ്രന്ഥങ്ങളാണ്. അത് ഉപനിഷത്തുകളും ബ്രഹ്മസൂത്രവും ഭഗവത്ഗീതയുമൊക്കെ നമ്മുടെ മഹർഷിമാർ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിന് കിടപിടിക്കുന്ന, അല്ലെങ്കിൽ അതേപോലെ അതേ തലത്തിലുള്ള കൃതികളാണ് ഗുരുവും രചിച്ചിട്ടുള്ളത്. അങ്ങനെ സമഗ്രമായി എല്ലാ തലങ്ങളെയും സ്പർശിച്ചുകൊണ്ട് മാനവരാശിക്ക് ഒരു ദർശനം നൽകിയിട്ടുള്ളത് ശ്രീനാരായണ ഗുരുദേവൻ മാത്രമാണ്. അങ്ങനെയുള്ള ഗുരുവിൻ്റെ മന്ത്രത്തെയാണ് നമ്മൾ അടുത്ത ശിവരാത്രിക്ക് ജപിക്കുവാനായിട്ട് പോകുന്നത്. അപൂർവങ്ങളിൽ അപൂർവമായി ലഭിക്കുന്ന 1 കോടി മന്ത്രാർച്ചന. എല്ലാവരും പങ്കെടുക്കണം. ഏവർക്കും സ്വാഗതം.